അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. മാഷാ അല്ലാഹു കാന വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ ഷഅബാൻ മാസം ഇതാ നമ്മോട് വിട പറയാൻ പോകുന്നു. പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് നാം. നമുക്ക് ഒരുമിച്ച് ദുആ ചെയ്യാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാന വ ബല്ലിഗ്നാ റമദാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുൻകഴിഞ്ഞു പോയ സ്വാലിഹീങ്ങൾ പരിശുദ്ധ റമദാനിനെ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കാനും നോമ്പനുഷ്ഠിക്കാനും വിശുദ്ധ ഖുർആൻ എമ്പാടും പാരായണം ചെയ്യാനും ഉംറ ചെയ്യാനും 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കാനും ദാനധർമ്മങ്ങൾ ചെയ്യാനും മറ്റും തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. എല്ലാ കർമ്മങ്ങളും അപാകതകൾ തീർത്ത് അള്ളാഹു സ്വീകരിക്കട്ടെ. നമുക്കറിയാം, വിശുദ്ധ ഷഅബാൻ മാസത്തിലായിരുന്നു ഈ ഉമ്മത്തിന് സുപ്രധാനമായ ഒരു സംഭവം നടന്നത്. അഥവാ പരിശുദ്ധ ബൈത്തുൽ മുഖദ്ദസിനെ കിബിലയാക്കി നിസ്കരിച്ചതിനെ പരിശുദ്ധ കഅബാലയത്തിലേക്കാക്കി മാറ്റിയത് ഇതുപോലൊരു ഷഅബാനിലായിരുന്നു എന്ന അഭിപ്രായമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ. അള്ളാഹുവിൻ്റെ ഹബീബായ നബിയെ, അങ്ങ് പരിശുദ്ധ കിബില വിശുദ്ധ കഅബാലയത്തിലേക്കാക്കണമെന്ന ആഗ്രഹത്താൽ മുഖം ആകാശത്തേക്ക് ഉയർത്തുന്നത് നാം കാണുന്നുണ്ട്. അതുകൊണ്ട് ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹ, അങ്ങയുടെ ആ ഇഷ്ടം മാനിച്ച്, അങ്ങയുടെ ആ തൃപ്തി മാനിച്ച് ഇനി മുതൽ നിങ്ങൾ വിശുദ്ധ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുക. ഇത് വെറും ഒരു കിബില മാറ്റം മാത്രമല്ല, ഈ ഉമ്മത്തിന് ഒരു സ്വത്വം ഉണ്ടാവണമെന്നും ഉമ്മത്തിന് അതിൻ്റേതായ ഒരു മതപരമായ ഐഡന്റിറ്റി സ്വന്തമായി തന്നെ എല്ലാറ്റിലും വേണമെന്ന ഒരു വല്ലാത്ത ആഗ്രഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നു. എല്ലാറ്റിനും നമ്മുടേതായ ഒരു ഇസ്ലാമിക ഐഡന്റിറ്റി ഉണ്ടാവണമെന്ന അതിയായ ആഗ്രഹം. ഇന്നതെല്ലാം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊന്നും ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിൻ്റെ അർത്ഥം പോലും അറിയാത്ത അവസ്ഥയാണിന്ന്. ഫാത്തിഹ പോലും തെറ്റുകൂടാതെ ഓതാൻ അറിയാത്ത അവസ്ഥ. ഒരു സലാമോ അൽഹംദുലില്ലാ എന്നോ മാഷാ അല്ലാ എന്നോ അറബിയിൽ എഴുതാൻ കഴിയാത്ത ദയനീയ അവസ്ഥ. ആർക്ക്? മുസ്ലിമീങ്ങൾക്ക്. ഇസ്ലാമിക മാസങ്ങളുടെ പേരുകൾ പോലും ഓർഡർ തെറ്റാതെ പറയാൻ അറിയില്ലെന്നത് ഖേദകരമാണ്. ആവട്ടെ, ആ വിഷയത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. പരിശുദ്ധ റമദാൻ വന്നണയുന്നതിന് മുമ്പ് മാറ്റത്തിൻ്റെ മാസമായ വിശുദ്ധ ഷഅബാൻ നമ്മുടെ ജീവിതത്തിൻ്റെയും മാറ്റത്തിൻ്റെ തുടക്കത്തിൻ്റെ മാസമാവട്ടെ. ഒന്നാമതായി മാറ്റം വരുത്തേണ്ടത് പാപങ്ങളേറിയ നമ്മുടെ ദൈനംദിന ജീവിതത്തെയാണ്. കളവ് പറഞ്ഞ് ശീലമുള്ളവരുണ്ടാകും. ഗൈബത്തും നമീമത്തും ഫിത്നയും പറഞ്ഞ് ശീലമുള്ളവരുണ്ടാകും. അതൊക്കെ മാറ്റിയെടുക്കുക. നിസ്കാരം കൃത്യമായി നിർവഹിക്കാതിരിക്കുക, വ്യഭിചരിക്കുക, കള്ളു കുടിക്കുക, പലിശ ഇടപാടുകൾ നടത്തുക തുടങ്ങിയ വൻ ദോഷങ്ങളിൽ ഇടപഴകുന്നവരുണ്ടാകും. ആ അപകട ജീവിത ശീലത്തിന് മാറ്റം വരുത്തുക. അന്യ സ്ത്രീകളുമായും പുരുഷന്മാരുമായും അവിഹിത ഇടപെടലുകൾ നടത്തുന്നവരുണ്ടാകും. ആ ജീവിത രീതിക്കും മാറ്റം വരുത്തുക. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പരിശുദ്ധ കഅബയിലേക്കും അതിൻ്റെ നാഥനായ അള്ളാഹുവിലേക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കുമുള്ള ഒരു മാറ്റത്തിൻ്റെ ദിനരാത്രങ്ങളാവട്ടെ ഇനിയുള്ളത്. നിസ്കാരത്തിൽ മുന്നിടാനുള്ള ഒരു ഇടം മാത്രമല്ല വിശുദ്ധ കഅബാലയം. നമ്മുടെ അവയവങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ അങ്ങോട്ട് മാറ്റണം. അഥവാ അള്ളാഹുവിലേക്കും അവൻ്റെ ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കുമാക്കി മാറ്റണം.
നമ്മിൽ പലരുടെയും നിസ്കാരത്തിലെ ബാഹ്യമായ കിബില വിശുദ്ധ മക്കയിലെ കാബാലയമാണെങ്കിലും മാനസികമായി നാം പൊരുത്തപ്പെടുന്നത് മറ്റു പല സംസ്കാരങ്ങളെയുമായിരിക്കും. വേഷവിധാനങ്ങളിൽ യൂറോപ്പിനെയും കുഫാറിനെയും നെഞ്ചേറ്റിയവരായിരിക്കും. തലയും താടിയുമൊക്കെ ഭീകര രൂപങ്ങളായിരിക്കും. സംസാരത്തിലും ഇടപെടലുകളിലും ഏതോ അമുസ്ലിം താരങ്ങളെ ഫോളോ ചെയ്യുന്നവരായിരിക്കും. ഭക്ഷണത്തിലും വെള്ളത്തിലും അനിസ്ലാമിക ചര്യകൾ പിന്തുടരുന്നവരായിരിക്കും. അന്യ സ്ത്രീ പുരുഷ ഇടപെടലുകളിൽ പാശ്ചാത്യരെ ഫോളോ ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ പലതും. അത്തരം ആളുകൾ നിസ്കാരത്തിൽ മാത്രം വിശുദ്ധ കാബാലയത്തെ ഫോളോ ചെയ്തതുകൊണ്ട് കാര്യമുണ്ടോ? സ്വന്തം ജീവിതത്തെയും കുടുംബത്തിൻ്റെയും മക്കളുടെയും ജീവിതത്തെയും നാം കെട്ടിപ്പടുക്കുന്നത് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഏതോ വ്യക്തികളുടെയോ രാജ്യത്തിൻ്റെയോ കുഫാറുകളുടെയോ പാശ്ചാത്യരുടെയോ സംസ്കാരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ജീവിതത്തെയും കുടുംബത്തിൻ്റെ ജീവിതത്തെയും നാം ചിട്ടപ്പെടുത്തുന്നത്. യുവതികളുടെയും വളർന്നു വരുന്ന നമ്മുടെ മക്കളുടെയും ജീവിത ശൈലിയും വസ്ത്രധാരണ രീതിയും പറയാതിരിക്കുകയാണ് നല്ലത്. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ആരെയാണ് അവർ കിബിലയാക്കിയത്? ആരെയാണ് അവർ മാതൃകയാക്കിയത്? ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണോ? അവിടുത്തെ ഭാര്യമാരെയോ മക്കളെയോ ആണോ? അല്ല, മറിച്ച് ഏതോ കാഫിറുകളോ ജൂതരോ താരങ്ങളോ പരസ്യം ചെയ്യുന്ന ബ്രാൻഡുകളെയാണ്. ഇത് നാം ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചാൽ നമുക്കൊക്കെ മനസ്സിലാവുന്നതാണ്. കല്യാണ സൽക്കാര കുടിയിരിക്കൽ ആഘോഷ പരിപാടികളിലാവട്ടെ, കുട്ടികളുടെ വിദ്യാഭ്യാസ വിഷയങ്ങളിലാവട്ടെ, വീടുണ്ടാക്കുന്ന വിഷയത്തിലാവട്ടെ തുടങ്ങി നിസ്കാരമല്ലാത്ത എല്ലാ കാര്യങ്ങളിലും മറ്റാരെയോ ആണ് നാം കിബിലയാക്കുന്നത്, നാം മാതൃകയാക്കുന്നത്. അതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അതിനാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും മാറ്റത്തിൻ്റെ മാസമാവട്ടെ പരിശുദ്ധ ഷാബാനും റമദാനുമൊക്കെ. റമദാനിൻ്റെ ലക്ഷ്യം തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്തല്ല, അല്ലക്കും തത്തഖൂൻ എന്നാണല്ലോ. അഥവാ ഇസ്ലാമിക വിധിവിലക്കുകളെ അനുസരിച്ച് ജീവിക്കാൻ പഠിക്കാനുള്ള പരിശീലന ദിനരാത്രങ്ങളാണ് റമദാൻ എന്ന്. ക്ഷമിക്കാനും സഹിക്കാനും വലിയ പരിശീലനമാണ് പരിശുദ്ധ റമദാൻ നൽകുന്നത്. പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടത് ഏറ്റവും വലിയത് ക്ഷമയാണ്. ഒരു പകൽ മുഴുവൻ ഭക്ഷണമോ വെള്ളമോ കുടിക്കാതെ നമ്മുടെ വികാരത്തെയും ആശകളെയും ഇച്ഛകളെയും നിയന്ത്രിക്കുന്നതിലൂടെ നമ്മുടെ അവയവങ്ങളെ വിശുദ്ധിയുള്ള ജീവിതത്തിന് പാകപ്പെടുത്തിയെടുക്കാൻ കഴിയും. മനസ്സിനെ പാകപ്പെടുത്താൻ കഴിയും. മനസ്സ് പാകപ്പെട്ടാൽ അവയവങ്ങൾ പാകപ്പെടും. അതിന് പറ്റുന്ന രൂപത്തിൽ റമദാനിനെ നാം ചിട്ടപ്പെടുത്തണം. ഭക്ഷണവും ഉറക്കവും ഇബാദത്തുകളും ഒക്കെ ഈ ക്ഷമ കിട്ടാൻ പറ്റുന്ന രൂപത്തിൽ നാം മാറ്റിയെടുക്കണം. ആ ക്ഷമാശീലവും സഹനശീലവുമാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകളെ ആചരിക്കാൻ നമ്മെ പാകപ്പെടുത്തുന്നത്. അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ വിലമതിക്കാനാവാത്ത സ്വർഗം ഒരുക്കി വച്ചതും. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പറയുന്നത് ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറൂ, അത്തരം ആളുകൾക്ക്, സ്വാലിഹീങ്ങൾക്ക് ഭൗതിക ജീവിതത്തിൽ ക്ഷമിച്ചതിൻ്റെ പേരിൽ സ്വർഗത്തിൽ ഉന്നത സ്ഥാനം പ്രതിഫലമായി നൽകപ്പെടുന്നതാണ്. പിന്നെ വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ, അഭിവാദ്യങ്ങളോടും സമാധാന ആശംസകളോടും അവരെ അവിടെ സ്വീകരിക്കപ്പെടും. ഖാലിദീന ഫിഹാ, പിന്നതിന് മാറ്റമില്ല, സ്വർഗത്തിൽ തന്നെ കാലാകാലവും. ഹസുനത്ത് മുസ്തഖറം വ മുഖാമ, അതിലവർ നിത്യവാസികളായിരിക്കുമെന്ന് മാത്രമല്ല, എത്ര മനോഹരമായ താവളവും പാർപ്പിടവുമാണ് സ്വർഗം. അല്ലാഹു നമുക്ക് തരട്ടെ. ഒരുപാട് സമാധാനം നൽകുന്ന വല്ലാത്തൊരായത്താണിത്. അതിലെ ബിമാ സ്വബറു, അവർ ക്ഷമിച്ചതിന് പകരമായി എന്ന ആ വചനം ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അതിലേക്കൊന്ന് നിങ്ങൾ നോക്കി നോക്കൂ. ഒരു വിശ്വാസി ഭൗതിക ലോകത്ത് ഒരുപാട് ക്ഷമിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തെല്ലാം ത്യാഗങ്ങളാണ് അവൻ സഹിച്ചത്, എന്തെല്ലാം പീഡനങ്ങളാണ് അവൻ സഹിച്ചത്.
മതത്തിൻ്റെ ശാസനകൾ നമ്മെ നമ്മുടെ ഇച്ഛയുടെ പല താല്പര്യങ്ങളെയും തടഞ്ഞ് കള്ളു കുടിക്കാൻ പറ്റിയില്ല, വ്യഭിചരിക്കാൻ സാധിക്കില്ല, പല വിനോദങ്ങളിലും അവന് പങ്കെടുക്കാൻ കഴിയില്ല. സമയമായാൽ നിസ്കരിക്കണം, സക്കാത്തും ദാനധർമ്മങ്ങളും ചെയ്യണം. പരിശുദ്ധ റമദാൻ മാസത്തിൽ കൊടും ചൂടിൽ പട്ടിണി കിടന്ന് നോമ്പെടുക്കണം. കളവ് പറയാനോ ഗീബത്ത് പറയാനോ മറ്റുള്ളവരെ ആക്രമിക്കാനോ പാടില്ല. പലപ്പോഴും ഹലാലായ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ കണക്കില്ലാത്ത വിഷയങ്ങളിൽ വല്ലാതെ ക്ഷമിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അപ്പുറത്ത് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാഫിറുകൾക്ക്, ഒരു നേരം പോലും നിസ്കരിക്കാത്ത, ഒരിക്കൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാത്ത പച്ച കാഫിറുകൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിക്കുന്നതാണ്. ആ ക്ഷമക്കുള്ള പ്രതിഫലമാണ് സ്വർഗം എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. അതാണ് ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സ്വബറു. ഇനിയും നോക്കൂ നിങ്ങൾ, അതേ ആയത്തിൽ അള്ളാഹു പറഞ്ഞ വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമ എന്ന വചനം, അതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു മുസ്ലിം ഏറ്റവും ഒരു മനുഷ്യൻ, മുസ്ലിം എന്നല്ല ഏതൊരു മനുഷ്യനും ഏറ്റവും ആഗ്രഹിക്കുന്ന ഒന്നാണ് മറ്റുള്ളവരാൽ ലഭിക്കുന്ന പരിഗണനയും സ്വീകരണവും ബഹുമാനവും സ്നേഹവുമൊക്കെ. അതെല്ലാം എമ്പാടും സ്വർഗത്തിൽ ലഭിക്കുമെന്ന്. മാഷാ അല്ലാഹ്. പല വിധേനയുള്ള പീഡനങ്ങൾക്കും തഴയലുകൾക്കും കളിയാക്കലുകൾക്കും അതിനിഷ്ഠൂരമായ കൊന്നെടുക്കലുകൾക്കും വിധേയമായ മുസ്ലിം നാളെ സ്വർഗത്തിൽ എത്ര ഭാഗ്യവാനാണ് എന്ന ഈ ആയത്ത് പറയുന്നത്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഖാൽ ഖാല അല്ലാഹു അസ്സ വജല്ല. ഖുദ്സിയ ഹദീസാണ്. അല്ലാഹ് പറയാണ്, അഅദത്തു ലിഇബാദി അസ്വാലിഹീൻ. മാഷാ അല്ലാഹ്, എൻ്റെ നല്ലവരായ അടിമകൾക്ക് ഞാൻ ഒരുക്കി വച്ചിട്ടുണ്ട്. കൃത്യമായി നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, ഗീബത്ത് പറയാത്ത, നമീമത്ത് പറയാത്ത, കളവ് പറയാത്ത സ്വാലിഹീങ്ങൾക്ക് ഞാൻ ഒരുക്കി വച്ചിട്ടുണ്ട്. എന്ത്? മാലാ ഐനുൻ റഅത്ത്, ഇന്നേ വരെ ഒരു കണ്ണുകളും കാണാത്ത, വലാ ഉദുനുൻ സമീഅത്ത്, ഒരു ചെവിയും കേൾക്കാത്ത, വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യ ഹൃദയത്തിലും ഊഹിക്കാൻ പോലും സാധിക്കാത്ത അത്രയും വലിയ നിഅമത്തുകൾ, അത്രയും വലിയ സുഖ സൗകര്യങ്ങൾ, അത്രയും വലിയ സ്വർഗം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. വഖറഉ ഇൻ ശിഅ്തും, ഹദീസ് പറയാണ്, അല്ലാഹു നിങ്ങൾ വേണമെങ്കിൽ ഓതിക്കോളൂ. ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅയുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. സൂറത്തു സജദയിലെ ആയത്ത അല്ലേ? അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലമായവർക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ച രഹസ്യമായി സൂക്ഷിക്കപ്പെട്ട കൺകുളിർപ്പിക്കുന്ന സമ്മാനം ഒരാൾക്കും അറിഞ്ഞുകൂടാത്ത അത്ര വലുതാണ്, മനോഹരമാണ്. മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്. എത്ര വലിയ ഭാഗ്യവാന്മാരാണ് മുസ്ലിമായി ജനിക്കാനും ക്ഷമയോടെ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാനും നിഷിദ്ധ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ജീവിക്കാനും അവസാനം ഹുസ്നുൽ ഖാത്തിമത്തോടെ മരിക്കാനും ഭാഗ്യം ലഭിക്കുന്നവർ എത്ര വലിയ സൗഭാഗ്യവാന്മാരാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ ലക്കൽ ഹംദ്. ഈ കുറഞ്ഞ കാലത്തെ പരീക്ഷണങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഒരു വിഷയമേ അല്ലെന്ന് ബോധ്യപ്പെടുന്ന ദിവസമാണത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പക്ഷേ ആരുണ്ടതിന് ആ മാറ്റത്തിന് തയ്യാറാവാൻ? നാം സ്വയം മാറ്റത്തിന് തയ്യാറായ നമ്മെ ആർക്കും തടയാൻ കഴിയില്ല. എന്നല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സപ്പോർട്ടും ചെയ്തു തരും. എത്ര വലിയ പാപങ്ങളാണെങ്കിലും പൊറുക്കുന്നവനാണ് കാരുണ്യവാനായ അല്ലാഹു. എത്ര വലിയ അക്രമിയെയും സഹിക്കുന്നവനാണ് അവൻ. മാപ്പ് ചോദിച്ച് അവൻ്റെ അടുക്കിലേക്ക് ചെന്നാൽ എത്രത്തോളം അവർക്ക് അല്ലാഹു നൽകിയ ഓഫർ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. മാഷാ അല്ലാഹ്. അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി തൗബ ചെയ്ത് മടങ്ങി വരുന്ന എത്ര വലിയ ക്രൂരനാണെങ്കിലും തെമ്മാടിയാണെങ്കിലും ആ തൗബ അങ്ങ് സ്വീകരിച്ചാൽ അവൻ്റെ തിന്മകളെ മുഴുവനും നന്മയാക്കി എഴുതപ്പെടും. മാഷാ അല്ലാഹ്. ഏതാണ് നമ്മുടെ അള്ളാഹ്? ആരെയാണ് നമ്മൾ അള്ളാഹു ആക്കിയത്? ആരാണ് നമ്മുടെ ഇലാഹ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കി. യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ തിന്മകളെ ഹസനാത്തുകളാക്കി രേഖപ്പെടുത്തപ്പെടുമെന്ന്. പ്രിയ സഹോദര സഹോദരിമാരെ, ഈ വിശുദ്ധ റമദാനിനോട് അനുബന്ധിച്ച് നാം ഒരു മാറ്റത്തിന് തയ്യാറാവുക. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾക്ക് നന്ദിയുള്ളവരാകുക.
അവൻ്റെ ശിക്ഷയെയും പരീക്ഷണങ്ങളെയും പേടിക്കുക. ഒരു കവി പാടിയില്ലേ, വല്ലാത്തൊരു കവിതയാണ്, ഞാനത് ടൈപ്പ് ചെയ്ത് അയച്ചത്. وعمل لدار غد رضوان خزنها والجار أحمد والرحمن بنيها. ഞാൻ അയച്ച PDF തുറന്നു വെച്ച് അത് നോക്കി കേൾക്കുക. എന്താണ് വഅമൽ ലിദാരി ഗദിൻ റിദ്വാനു ഖസിനുഹ, മോനെ നാളത്തെ ശാശ്വത വീടിന് വേണ്ടി പണിയെടുക്കുക. അതിന് ഇവിടെ വെച്ച് പണിയെടുക്കണം. അതിന് അധ്വാനമുണ്ട്. വലിയ വിലപിടിപ്പുള്ള ബംഗ്ലാവാണ്, അത് കിട്ടണമെങ്കിൽ വലിയ മുതൽ മുടക്കുണ്ട്. അതാണ് മോനെ നാളത്തെ ആ പരിശുദ്ധമായ സ്വർഗത്തിലെ വല്ലാത്തൊരു സുഖസമ്പൂർണമായ വീടുണ്ടല്ലോ, ആ വീടിന് വേണ്ടി നീ ഇന്ന് പണിയെടുക്കണം. റിദ്വാനു ഖസിനുഹ, ആ സ്വർഗത്തിന്റെ കാവൽക്കാരൻ ബഹുമാനപ്പെട്ട സയ്യിദുനാ റിദ്വാൻ അലൈഹിസ്സലാമാണ്. വൽജാറു അഹ്മദു, അവിടുത്തെ അയൽവാസിയാരാണ്? സ്വർഗത്തിൽ നമ്മുടെ തൊട്ട് ചാരത്ത് അയൽപക്കത്തുള്ളതാരാണ്? അഹ്മദ് നബി, സയ്യിദുന അഹ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. വറഹ്മാനു ബനീഹാ, ആ പരിശുദ്ധ സ്വർഗത്തെ നിർമ്മിച്ചതാരാണ്? ഏതെങ്കിലും ഭൗതിക എഞ്ചിനീയർമാരല്ല, കമ്പനികളല്ല, മറിച്ച് കാരുണ്യവാനായ അല്ലാഹു അവൻ്റെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു വെച്ചതാണ്. ഖുസൂറുഹാ ദഹബുൻ വൽ മിസ്കു തീനതുഹാ വസ്സഅഫറാനു ഹശീഷുൻ നാബിതുൻ ഫീഹാ. അതിൻ്റെ ബംഗ്ലാവുകളുണ്ടല്ലോ, അത് സ്വർണ്ണത്താലുള്ളതാണ്. വൽ മിസ്കു തീനതുഹാ, അതിലെ മണ്ണ് കസ്തൂരിയാണ്. വസ്സഅഫറാനു ഹശീഷുൻ നാബിതുൻ ഫീഹാ, അവിടുത്തെ ചെടികൾ കുങ്കുമമാണ്. ഇതൊക്കെ കുങ്കുമം അല്ലെങ്കിൽ മിസ്ക് അല്ലെങ്കിൽ സ്വർണം എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നു. അവിടെയുള്ളത് അതിൻ്റെ ഒക്കെ എത്രയോ മേലെയാണ്. നമുക്ക് ഊഹിക്കാൻ കഴിയില്ല, നമ്മുടെ മനസ്സിനത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അൻഹാറുഹാ ലബനുൻ മുസഫം വമിൻ അസലി വൽ ഖംറു യജ്രി റഹീഖൻ ഫീ മജാരിഹാ. ശുദ്ധീകരിക്കപ്പെട്ട സ്ഫുടം ചെയ്ത പാലുകളുടെയും തേനിൻ്റെയും പുഴകളുണ്ടതിൽ. മുസഫ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ പശുവിനെയും ആടിനെയും അല്ലാഹു വളർത്തി അവയുടെ അവയുടെ പാല് കറന്നു തരാ എന്നല്ല. അതൊക്കെ എന്താകും, 2-3 ദിവസം കൂടുമ്പോൾ വാസന മാറൂലേ, അതിൻ്റെ രുചി മാറും എന്നല്ല, അതിന് എന്തുണ്ടാകും? വാസനയുണ്ടാകും. എന്നാൽ സ്വർഗത്തിലുള്ള പാല് അങ്ങനത്തെ പുഴകളെ തന്നെ അല്ലാഹു പടച്ചു വെച്ചിരിക്കുകയാണ്. പശുവിൽ നിന്ന് കറന്നെടുക്കുന്നതല്ല, ആടിൽ നിന്ന് കറന്നെടുക്കുന്നതല്ല. അതാണ് മുസഫൻ എന്ന് പറയുന്നത്. തേനും അപ്രകാരം തന്നെ. വൽ ഖംറു യജ്രി റഹീഖൻ ഫീ മജാരിഹാ, അതിലെ അരുവികൾ ശുദ്ധമായ കള്ളുകൾ ഒഴുകുന്നതാണ്. അതിന് മസ്തോ മറ്റോ ഇല്ല, വല്ലാത്ത രസം. വത്തൈറു തജ്രി അലൽ അഗ്സാനി അകിഫതൻ തുസബ്ബിഹുല്ലാഹ ജഹറൻ ഫീ മഗാനിഹാ, അതിലെ മരച്ചില്ലകളിൽ ഭക്തിയോടെ പറവകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടാവും. അവയുടെ പാട്ടുകളോ കിടിനാദങ്ങളെന്താ? ഉച്ചത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള തസ്ബീഹുകളായിരിക്കും. അതൊക്കെ കേൾക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. എന്നിട്ട് പറയാണ്, ഈ കവിത അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പാടിയതാണ് എന്നൊക്കെ അഭിപ്രായമുണ്ട്. ഫമൻ യശ്തരി ദാറ ഫിൽ ഫിർദൗസി യഅമുറുഹാ ബിഹി റക്അത്തിൻ ഫീ ളലാബിൽ ലൈലി യുഖ്ഫീഹാ. ഫമൻ യശ്തരി ദാറ ഫിൽ ഫിർദൗസി, ആ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരു വീട് വാങ്ങാൻ ആരാണ് റെഡിയുള്ളത്? ഇന്ന് ആരാണ് അതിന് പണിയെടുക്കാനുള്ളത്? യഅമുറുഹാ ബിറക്അത്തിൻ ഫീ ളലാബിൽ ലൈലി യുഖ്ഫീഹാ, അത്തായ സമയത്ത് കൂരിരുട്ടിൽ ആരും കാണാതെ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് ആ വീടിനെ സംരക്ഷിച്ചു പരിപാലിച്ചു കൊണ്ടുപോകാൻ തയ്യാറുള്ളവർ ആരാണ്? അല്ലാഹ്. വല്ലാത്തൊരു കവിത. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നമ്മെ ഒരുമിപ്പിക്കട്ടെ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനിനെ ഒരു മാറ്റത്തിൻ്റെ മാസമാക്കി മാറ്റുക. സാധനങ്ങൾ വാങ്ങാനും ഡ്രസ്സുകൾ വാങ്ങലും ഒക്കെ അതൊക്കെ റമദാനിന് മുന്നേ തീർക്കുക. റമദാനിൻ്റെ പൊന്നമ്പിളി കാണുന്നതിന് മുമ്പേ തന്നെ നാം റെഡിയായി റമദാനിനെ സ്വീകരിക്കാൻ നിൽക്കണം. അപ്പോഴും നമ്മൾ അങ്ങാടിയിലല്ല. പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ പൊന്നമ്പിളി കാണുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകളും റമദാനിലെ അത്യാവശ്യ ദിക്റുകളുടെ PDF ഒക്കെ ഞാൻ എന്ത് ചെയ്യുക, കൂടെ അയക്കാം.
തറാവീഹ് നിസ്കാരം വളരെ പുണ്യമുള്ള നിസ്കാരമാണ്. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഒക്കെ അത് നിർവഹിക്കാൻ ശ്രമിക്കണം. സ്ത്രീകൾ വീട്ടിൽ വെച്ചാണ് നിസ്കരിക്കേണ്ടത്, പള്ളിയിൽ പോയിട്ടല്ല. അവർക്കും ജമാഅത്തായി വീട്ടിൽ വെച്ച് നിസ്കരിക്കാവുന്നതാണ്. 20 റക്അത്താണിത്. ഞാനിത് പറയുന്നത് സ്ത്രീകളെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ്. തറാവീഹ് 20 റക്അത്താണ്. വെറും 2 റക്അത്ത് നിസ്കരിക്കാനേ ഒരാൾക്ക് സമയം കിട്ടിയുള്ളൂ എങ്കിൽ അത് നിസ്കരിക്കാം. എന്നാൽ ആ 2 റക്അത്ത് നിസ്കരിച്ച് കൂലി കിട്ടും. 4 റക്അത്ത് നിസ്കരിക്കാനേ ഒരാൾക്ക് സമയം കിട്ടുന്നുള്ളൂ, ജോലിയുണ്ട്. പല പ്രവാസിയുടെയൊക്കെ അവസ്ഥ അങ്ങനെയായിരിക്കും. അത് നിസ്കരിക്കണം. ഒരേ സമയത്ത് 20 നിസ്കരിക്കാൻ സമയം കിട്ടാത്തവരുണ്ടാകും. അവർ പല സമയത്തും കൂടി നിസ്കരിച്ച് 20 പൂർത്തിയാക്കിയാൽ മതി. അങ്ങനൊക്കെ നിസ്കരിക്കാം. തറാവീഹ് ഖളാ വിട്ടുകവരേക്കും ചെയ്യാം. അതിൻ്റെ സമയപ്പളാ ഇഷാ നിസ്കരിച്ചത് മുതൽക്കാണ്. പള്ളിയിൽ ചെന്നപ്പോൾ ഇമാം ഇഷാ നിസ്കരിച്ച് കഴിയുകയും തറാവീഹ് തുടങ്ങിയിട്ടുമുണ്ടെങ്കിൽ നാം നമ്മുടെ ഇഷാ നിസ്കരിച്ചതിന് ശേഷമേ ഇമാമിൻ്റെ ഒപ്പം തറാവീഹ് നിസ്കരിക്കാൻ പറ്റും. പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോഴേ നമുക്ക് തറാവീഹിനുള്ള സമയമാവൂ നാം നമ്മുടെ ഇഷാ നിസ്കരിച്ച. ഇനി ഒരാൾ ജമ്മാക്കി എന്ത് ചെയ്തു, മഗ്‌രിബിൻ്റെ കൂടെ ഇഷാ നിസ്കരിച്ചു, അവനെന്ത് ചെയ്യാം, ആ ഇഷാന്റെ ശേഷം തറാവീഹ് നിസ്കരിക്കാവുന്ന. അപ്പം തറാവീഹ് നിസ്കരിക്കുക എന്നതാണ് ഇതിൻ്റെ സമയം കടന്നു എന്നതിൻ്റെ അടയാളം. അതിൻ്റെ നീയത്ത്, തറാവീഹിൻ്റെ നീയത്ത് എന്താ? തറാവീഹിൽ നിന്നുള്ള 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ്. ഇനി ഇമാം ഉണ്ടെങ്കിൽ ഇമാമിനോട് കൂടെ നിസ്കരിക്കുന്നതെങ്കിലോ 2 റക്അത്ത് തറാവീഹ് ഇമാമിനോട് കൂടെ അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നീയത്ത്. ഓരോ 2 റക്അത്തിലും തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം വജ്ജഹ്തു അതാണ്. വജ്ജഹ്തു വജിയ ലില്ലദീ ഫതറ സമാ, നമ്മൾ സാധാരണ ചൊല്ലുന്ന ആ വജ്ജഹ്തു അതിലാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇനി അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബിഹംദിഹി ബുക്റത്തൻ വാസില പോലുള്ള ചെറിയ ദുആകളും വജ്ജഹ്തുവിന് പകരമായി പറ്റും. പിന്നീട് അഊദോടുകൂടി, എങ്ങനെ അഊദ് ഓതൽ പ്രത്യേകം സുന്നത്ത്. അഊദോടുകൂടി ശ്രദ്ധാപൂർവം ഫാത്തിഹ ഓതണം. സ്പീഡ് കൂട്ടി അക്ഷരത്തെറ്റുകളോ ഹർക്കത്ത് തെറ്റുകളോ ഒന്നും വരാൻ പാടില്ല. ഷദ്ദും മറ്റും വിട്ടുപോവാൻ പാടില്ല. ഓരോ വഖഫിലും വഖഫ് ചെയ്യലാണ് പുണ്യം. ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തും ഓതണം. വലിയ വലിയ സൂറത്ത് നിന്ന് അല്പാൽപ്പം ഓതുന്നതിനേക്കാൾ ഉത്തമം. അങ്ങനെ ഉണ്ടല്ലോ, തബാറക്കയിൽ നിന്ന് ഓരോ വരി ഓതുക, അല്ലെ അർറഹ്മാൻ സൂറത്ത് ഓരോ വരി 2 വരി ഓതുക. അതിനേക്കാളൊക്കെ ഉത്തമം എന്താ? പൂർണ്ണമായ സൂറത്തുകൾ ഓതലാണ്. അത് ചെറിയ സൂറത്താണെങ്കിലും പൂർണ്ണമായത് ഓതുക. അതും ഖുർആനിൻ്റെ ഓർഡർ അനുസരിച്ചും ആ തർത്തീബ് അനുസരിച്ചുമൊക്കെ ഓതുക. റുക്കൂയിലും സുജൂദിലും എഴുത്തിദാലിലും ഒക്കെയുള്ള ദിക്റുകളും ദുആകളും തസ്ബീഹുകളും ഭംഗിയായി അവയുടെ എണ്ണം പൂർത്തിയാക്കി ചൊല്ലണം. സുജൂദിൽ 3 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലണം, റുക്കൂയിൽ അതുപോലെ ചൊല്ലണം. അങ്ങനെ പൂർത്തിയാക്കിയും ഭംഗിയായും ചൊല്ലാം. ഒരു കാട്ടിക്കൂട്ടലുകളല്ല. സ്വലാത്ത് ഇബ്രാഹിമിയ പൂർണ്ണമായും ഓതാൻ ശ്രദ്ധിക്കണം. ശേഷം ദുആ ചെയ്യണം. അതൊക്കെ ഇന്നൊരു ഒരു എന്താ പറയുക, ഒരു കാട്ടിക്കൂട്ട്. 1/2 മണിക്കൂർ കൊണ്ട് 20 റക്അത്ത് തറാവീഹും കഴിയും, വിത്റും കഴിയും. അതൊന്നല്ലല്ലോ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു നിങ്ങളുടെ മാതൃക ആവട്ടെ. റമളാനിൽ വിത്റും തഹജ്ജുദും ഒക്കെ നിസ്കരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആൻ ഓതാനും ദിക്റുകളും സ്വലാത്തുകളും വർദ്ധിപ്പിക്കാനും ഇസ്തിഗ്ഫാർ ചെയ്യാനും പാവങ്ങളുടെ കണ്ണീരൊപ്പാനും സമയം കണ്ടെത്തണം. എഴുത്തിക്കാഫിരിക്കാനും സമയം കണ്ടെത്തണം. സൗദി അറേബ്യയിലൊക്കെയുള്ള ആളുകൾ ഉംറ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ തറാവീഹിനൊന്നും ഭാര്യയ്ക്ക് എന്ത് വേണ്ട, ഭർത്താവിൻ്റെ സമ്മതമില്ലെങ്കിലും തറാവീഹ് നിസ്കരിക്കാം, വിത്റും നിസ്കരിക്കാം. അത്ര പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ പുതിയാപ്പളുടെ സമ്മതമില്ലെങ്കിലും നിസ്കരിക്കാം. അങ്ങനെ സമ്മതം തരാത്ത അല്ലെങ്കിൽ അങ്ങനത്തെ ഭർത്താവാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് നിസ്കരിക്കണം. അവിടെ നമ്മൾ കുറേ നീട്ടി നിസ്കരിക്കാൻ പാടില്ലെന്ന് മാത്രം. ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവരും റമദാനിൽ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിൻ്റെ ബറക്കത്തുകൊണ്ട്, വിശുദ്ധ ഖുർആനിൻ്റെ ബറക്കത്തുകൊണ്ട്, നമ്മുടെ ഉസ്താദുമാരുടെയും മശായിഖന്മാരുടെയൊക്കെ ബറക്കത്തുകൊണ്ട് പരിശുദ്ധ റമദാനിനെ ഭംഗിയായി സ്വീകരിക്കാനും നോമ്പനുഷ്ഠിക്കാനും ഖുർആൻ ഓതാനും മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഒക്കെ അള്ളാഹു വലിയ തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ. നമ്മുടെ രോഗികളുടെ രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫയാക്കട്ടെ. പല വിധേനയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുടെ എല്ലാവർക്കും അള്ളാഹു തആല സമാധാനവും രക്ഷയും നൽകട്ടെ. എല്ലാവരുടെയും രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. പാവപ്പെട്ട പലസ്തീനിലെ ജനങ്ങൾക്ക് അല്ലാഹു തആല രക്ഷയും മോചനവും നൽകട്ടെ. ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തആല ഇസ്സത്ത് നൽകട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹു ഇസ്സത്ത് നൽകട്ടെ. അതുപോലെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, വലിയുമ്മമാർ, വലിയുപ്പമാർ, അമ്മായിമ്മമാർ, അമ്മോശന്മാർ, ഇഷ്ടജനങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ എല്ലാവരുടെയും ഖബറുകൾ അല്ലാഹു തആല സ്വർഗ്ഗപ്പൂന്തോപ്പാക്കട്ടെ.
മരിക്കുന്ന സമയത്ത് അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും ഹുസ്നുൽ ഖാത്തിമത്ത് നൽകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു താല സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. നല്ല ബുദ്ധിയുള്ള ഓർമ്മശക്തിയുള്ള മക്കളാക്കി മാറ്റട്ടെ. പഠിച്ചു വളർന്ന് ഉന്നതങ്ങളിലെത്തി നല്ല ജോലി ലഭിച്ച് നല്ല കുടുംബജീവിതം നയിക്കുന്നത് കാണാനുള്ള തൗഫീക്ക് നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.